എനിക്ക് വിദ്വേഷമുള്ള അകന്നിരിക്കുന്ന ഒരാളോടെങ്കിലും അടുക്കുവാനോ നിരപ്പാകുവാനോ കഴിഞ്ഞെങ്കിൽ എൻ്റെ നോമ്പ് വിജയമാണ്. എൻ്റെ ഒരു ശീലത്തെയെങ്കിലും ഈ നോമ്പിൽ മാറ്റുവാൻ കഴിഞ്ഞെങ്കിൽ എൻ്റെ നോമ്പ് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടും. കാരണം യജമാനൻ വരുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. നീ അതിന് പലിശയ്ക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ, നിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ വിളി നമുക്ക് ലഭിച്ചേനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്നുള്ള വിളി. അതില്ലാതെ യജമാനനെ പഴിച്ച് കൊണ്ട് കുഴിച്ചിട്ടവനോടാണ് പറഞ്ഞത് മടിയനും അല്പനുമായ ദാസ എന്ന്, ദുഷ്ടനും മടിയനുമായ ദാസ എന്നുള്ള വിളി കേട്ടത്. പ്രിയമുള്ളവരെ, കുഞ്ഞുണ്ണിമാഷിൻ്റെ വായനയെ പറ്റി പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നോമ്പ് നോക്കിയാലും ജീവിക്കും, നോമ്പ് നോക്കിയില്ലെങ്കിലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. പക്ഷേ ആ നല്ല യജമാനൻ വന്ന് കണക്ക് ചോദിക്കുമ്പോൾ വിളഞ്ഞു നിൽക്കണോ അതോ